നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനല്ല വക്കീല് പറഞ്ഞത്, എങ്ങനെയെങ്കിലും ആ ശിവാനിയും കൂടി കൂടെ കൊണ്ടു ചെല്ലണോന്ന്. ശിവാനിയോ? എന്തിന്? അവള് കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മ്യൂച്വൽ ഡിവോഴ്സിന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കി എടുക്കാമായിരുന്നു. പക്ഷെ അത് നടക്കുന്ന കാര്യമൊന്നോ? നമ്മൾ ഏർപ്പാടാക്കി ഒരു വക്കീലിനെ കാണാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ശിവാനി വരുമോ? എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. ആന്റി, ഞാനൊരു കാര്യം പറഞ്ഞാൽ വേറൊന്നും വിചാരിക്കരുത്. എന്താ? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനില് ഒരാൾ വിചാരിച്ചാൽ മാത്രമേ ശിവാനി വക്കീൽ ഓഫീസിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. അതാര്? അത് വേറെ ആരുമല്ല, ആന്റി തന്നെ. ഇവൻ വളരെ വേഗം എന്റെ റൂട്ടിലേക്ക് വന്നല്ലോ. എന്നാലും പെട്ടെന്ന് പിടികൊടുക്കുന്നത് ബുദ്ധിയല്ല. ആന്റി പറഞ്ഞ ശിവാനി കേൾക്കും. ഒന്ന് വിളിച്ചു നോക്ക് ആന്റി. ഏയ്, അത് ശരിയാവില്ല പ്രണവ്. ശരിയാവും. ജസ്റ്റ് അവളെ ഒന്ന് വിളിച്ചിട്ട് ഒരു വക്കീലിനെ കാണാൻ പോവാണ്, വരണമെന്ന് പറഞ്ഞാൽ പോരെ? കോംപ്രമൈസ് ചെയ്യാനെന്ന് പറഞ്ഞാൽ മതി. ആന്റി വേണമെങ്കിൽ അവളുടെ പക്ഷത്ത് നിൽക്കുന്ന പോലെ അങ്ങ് സംസാരിച്ചാൽ മതിയല്ലോ. എന്നാലും ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നുവെന്ന് ഇവിടെ ഏട്ടത്തിയോ നിധിയോ ഗൗതമോ എങ്ങാനോ അറിഞ്ഞാ അതിനെ അടുത്ത പുകലിന് കാരണമാവില്ലേ? വേണ്ട, അതൊന്നും ശരിയാവില്ല പ്രണവ്. എനിക്ക് വയ്യ. ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഞാൻ ആരടുത്തും പറയാതിരുന്നാ പോരെ? ആന്റി എന്തായാലും ഒന്ന് വിളിച്ചു പോകുക. പ്ലീസ് ആന്റി, എനിക്ക് വേണ്ടി ആന്റി ഒന്ന് വിളിക്ക്. എന്നിട്ട് അവളടുത്ത് വക്കീൽ ഓഫീസിലോട്ട് വരാൻ പറ. ഓക്കെ. ദേ, നമ്മൾ രണ്ടും അല്ലാതെ വേറൊരാളും ഇത് അറിയരുത്. ഇല്ല, അറിയില്ല. എന്നാ പിന്നെ നീ ഇറങ്ങിക്കോ. നീ അങ്ങ് ഓഫീസിലേക്ക് ചെല്ലുന്നതിന്റെ പിന്നാലെ ഞാൻ ശിവാനിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് എത്തിക്കൊള്ളാം. ശരി ആന്റി, താങ്ക്സ്. വീണ്ടും എവിടെ ഇറങ്ങി പോവാടാ? അങ്ങനെ എങ്ങും നിന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ. നീ എന്താ ഒരു കുപ്പി നഷ്ടപ്പെട്ടപ്പോ വേറെ വാങ്ങാൻ പോവാണോ? നിന്നെ ഞാൻ എങ്ങോട്ടും വിടാൻ പോകുന്നില്ല. ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് വരണ്ട. നിന്റെ കാര്യത്തിൽ ഞാനല്ലാതെ പിന്നെ ആരാടാ ഇടപെടേണ്ടത്? നീ ഇങ്ങോട്ട് വന്നേ. അമ്മേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിലാരുടെ ഇടപെടൽ ഉപദേശവും ഒന്നും വേണ്ട. നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ വിടത്തില്ല. നീ ഇങ്ങനെ കുടിച്ചു ചാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങോട്ട് വാടാ. ഞാൻ ചത്തോ ജീവിച്ചോന്ന് ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. മര്യാദയ്ക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന ബഹുമാനെങ്കിലും കിട്ടും. എടാ പ്രണവേ, മോനെ മോനെ, അമ്മ പറയുന്നൊന്നും കേക്ക്. നീ പോണ്ട, ഇങ്ങോട്ട് ഇറങ്ങ. അമ്മ മാറ്, ഞാൻ ഡോറടക്കിട്ട് മാറിക്കാൻ അങ്ങോട്ടും. മോനെ, എടാ എടാ പോവല്ലേ? എടാ മോനെ, പോവല്ലേടാ. എടാ മോനെ, ഞാൻ പറയുന്നൊന്നും നീ കേക്ക്. എടാ പ്രണവേ, പ്രണവേ, ദൈവമേ, എന്തൊക്കെ വീട്ടിൽ നടക്കുന്നത്? ഇനി ഞാൻ എന്തൊക്കെ കാണണം? എനിക്ക് വയ്യ. എന്താ സാറേ? ഇതിന്റെ ഗ്ലാസ് ഉടഞ്ഞുപോയി. ഒന്നുകൂടെ ഒന്ന് ഫ്രെയിം ചെയ്യണമായിരുന്നു. അതിനെന്താ സാറേ, 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും തരാം. അഥവാ എന്തെങ്കിലും കാരണവശാൽ വൈകിപ്പോയാ സാറിന്റെ വീട് എനിക്കറിയാം, ഞാൻ അവിടെ കൊണ്ടുതരാം. ഏയ്, അതൊന്നും വേണ്ട. ഞാൻ ഇതുവഴി തന്നെ വരുന്നത്. ഞാൻ വന്ന് വാങ്ങിച്ചോണ്ട് പോകണം. ഓക്കെ സാർ. പിന്നെ എപ്പോഴായാലും ഞാൻ തന്നെ വന്ന് വാങ്ങിച്ചോളാം കേട്ടോ. ശരി സാർ. പിന്നെ വേറൊരു ഫോട്ടോ തന്നാ ഇതേ സൈസിൽ ഇതുപോലെ പ്രിന്റ് എടുത്ത് ഫ്രെയിം ചെയ്യാൻ പറ്റുമോ? അതിനെന്താ, എന്റെ ഈ നമ്പറിലേക്ക് സാർ ഫോട്ടോ അയച്ചാൽ മതി. ഏത് ഫോട്ടോയാ ഗൗതം? ഇതെന്തായാലും നന്നായി.
നമുക്കിതേ ഇന്ന് ഉച്ചയ്ക്ക് നിർമ്മലാന്റിയുടെ അടുത്ത് പോകുമ്പോ വാങ്ങിച്ചിട്ട് പോയാലോ? അതിന് തന്നെയാ. ചേട്ടാ, ഞാൻ അയച്ചിട്ടുണ്ടേ. ഈ 2 ഫോട്ടോയും ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ തരാൻ പറ്റും? അതിനെന്താ, സാർ ഇങ്ങോട്ട് വരില്ലേ? വരാം. രണ്ടിനും കൂടി എത്ര രൂപയാവും? ഒരു പ്രിന്റും 2 ഫ്രെയിമും 1200 ആവും. സാർ ഒരു 1000 രൂപ തന്നാൽ മതി. താങ്ക് യു സാർ. അപ്പം ഞാൻ വരാം. ശരി. എന്തായാലും ഗൗതമിന്റെ മനസ്സ് എനിക്കിഷ്ടായി. പെറ്റമ്മയും പോറ്റമ്മയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു ഭാഗത്ത് പോറ്റമ്മയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഈശ്വരമംഗലം വീടിന്റെ ഭിത്തിയിൽ തൂക്കാൻ പോകുന്നു. അതേ പോറ്റമ്മയുടെ കൈകൊണ്ട് പെറ്റമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കി പാക്ക് ചെയ്ത് വാങ്ങിച്ച് രഹസ്യമായി ആ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നു. അതും പോരാഞ്ഞിട്ട് പെറ്റമ്മയുമായി ഇരിക്കുന്ന ഫോട്ടോ കൂടി ഫ്രെയിം ചെയ്ത് 2ാമത്തെ വീട്ടിലും വെക്കുന്നു. ഗ്രേറ്റ്. അതൊരു തെറ്റല്ലല്ലോ. 2 പേർക്കും എന്റെ മനസ്സിലുള്ള സ്ഥാനം ഒരുപോലെയാണ്. ഒരു ത്രാസിന്റെ 2 തട്ടുകളിലായി 2 പേരെയും വെച്ചാൽ ആ സൂചി കൃത്യം നടുവിൽ തന്നെ നിൽക്കും. അങ്ങനെ തന്നെയാ വേണ്ടത്. എങ്കിൽ പിന്നെ മേഡം പോയി കാറിലേക്ക് കയറിക്കോ. നമ്മൾ നേരെ ഓഫീസിലേക്ക് പോകുന്നു. അത്യാവശ്യം അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഫോട്ടോയും വാങ്ങി നമുക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്ന് പാറുവമ്മ ഉണ്ടാക്കിയ മീൻകറിയും കൂട്ടി 3 പേരും കൂടി വിശാലമായിട്ട് ഊണ് കഴിക്കുന്നു. ഓക്കെ? ഡബിൾ ഓക്കെ. ഗൗതം, പാറുവമ്മയാണല്ലോ വിളിക്കുന്നത്. എടുക്ക്, കാര്യമൊന്നും ചോദിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം കാണോ? നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതിന്റെ പിന്നാലെ തന്നെ വിളിക്കല്ലേ? എടുക്കുന്നതി നിന്റെ സ്പീക്കറിലിട്ടെ. ഹലോ അമ്മേ. നിധി, നിങ്ങളിപ്പോ എവിടാ? ഓഫീസിലാണെന്ന് പറ. ഹലോ, കേക്കാമോ? നിധി, നിങ്ങൾ ഓഫീസിലെത്തിയോ? ആ അതെ അമ്മേ, ഞങ്ങൾ ഓഫീസിൽ നിൽക്കുക. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ 2 പേരും കൂടി വേഗം വീട്ടിലേക്ക് തിരിച്ചു വാ. തിരിച്ചു വരാനോ? എന്തു പറ്റി അമ്മേ? അതൊക്കെ പറയാം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അമ്മേ, അത് ഞങ്ങള് നീ ഒരു കാര്യം ചെയ്യേ, ഫോണ് ഗൗതമിന് കൊടുത്തേ. ഞാൻ പറയാം അവനോട് തിരിച്ചു വരാൻ. അമ്മേ, ഗൗതം ഒരു മീറ്റിങ്ങിന് കയറിയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞങ്ങള് ഉച്ച കഴിഞ്ഞിട്ട് വന്നാ പോരെ? അത് പോരാ. ഗൗതമിന്റെ അടുത്ത് മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ ഇങ്ങോട്ട് വരാൻ പറയണം. എന്നിട്ട് നീ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം. എന്താ കാര്യം? അമ്മേ, എന്താ അമ്മേ കാര്യം? അത് പറ. കാര്യമൊക്കെ ഞാൻ വന്നിട്ട് പറയാം. നീ വേഗം തിരിച്ചു വരാൻ നോക്ക്. പറയുന്നങ്ങ് കേട്ടാ മതി. ഹലോ അമ്മേ. ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു ഗൗതം.